മഹാരാജൻ, അങ്ങ് ഈ സാധാരണ വേഷത്തിൽ എവിടേക്കാണ് പോയത്? അതുപോലെ അങ്ങയുടെ ഒപ്പം ജ്യേഷ്ഠത്തെയും. അത് ശരിയാണ്. നിങ്ങൾ ഇതുവരെ എവിടെ പോയി? നമുക്കതിനെക്കുറിച്ച് ആരും സൂചനയും നൽകിയില്ല. നാം ആണ് ഈ രാജ്യത്തിന്റെ മഹാരാജാവ്. എല്ലാവരും ഉത്തരം നൽകേണ്ടത് നമ്മോടാണ്, അല്ലാതെ ആർക്കും ഉത്തരം നൽകാൻ നാം ബാധ്യസ്ഥനല്ല. ഇല്ല, അത് സാരമില്ല. നാം കേവലം ചോദിച്ചു പോയെന്നേ ഉള്ളൂ. അങ്ങേക്ക് താല്പര്യമില്ലെങ്കിൽ ഉത്തരം നൽകണ്ട. എന്നാൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തന്നേ മതിയാവൂ പ്രതാപൻ. അത് നിനക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിതാശ്രീ അങ്ങ് ശാന്തനായാലും അങ്ങയുടെ ആരോഗ്യം മോശമാകുന്നതാണ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള തുറന്ന പ്രദേശത്ത് ഇക്കാര്യം സംസാരിക്കുന്നത് ഉചിതമല്ല. നമ്മുടെ ചുറ്റുപാടും ആളുകളുണ്ട്. ആരെങ്കിലും കേൾക്കും പിതാശ്രീ. നിങ്ങൾ പിന്നീട് തനിച്ചുള്ളപ്പോഴും ഇക്കാര്യം സംസാരിക്കാം. രൂപവതി പറഞ്ഞത് ശരിയാണ് മഹാരാജൻ. വരൂ, അകത്ത് ചെന്നിരുന്ന് ഇക്കാര്യം സംസാരിക്കാം. രൂപവതി, നീ നമ്മോടൊപ്പം വരൂ. വരൂ പുത്രി. ഇല്ലില്ലേ അമ്മേ, നമ്മോട് പോകാൻ പറയരുത്. നാം പിതാശ്രീയുടെ ഒപ്പം നിൽക്കുന്നതാണ്. നമ്മുടെ മനസ്സ് വളരെയേറെ അസ്വസ്ഥമാണ്. അസ്വസ്ഥമാകേണ്ട കാര്യം എന്താണ്? നിന്റെ ഈ പിതാശ്രീ നമ്മോടല്ലേ സംസാരിക്കുന്നത്? നീ അറയിലേക്ക് പൊയ്ക്കോളൂ. ഇത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതാണ്. ഞങ്ങൾക്ക് സ്വയംവരത്തിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിക്കേണ്ടതുണ്ട്. പരമാക്ഷി, ഇവളെ അറയിലേക്ക് കൊണ്ടുപോകൂ. അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഈ വിവാഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അശാന്തി സൃഷ്ടിക്കാൻ നാം അനുവദിക്കില്ല. വരൂ രൂപവതി, വരൂ, നമ്മോടൊപ്പം വരൂ. വരൂ മഹാരാജൻ. രൂപവതിയുടെ സ്വയംവരത്തെപ്പറ്റി അങ്ങയോട് സംസാരിക്കാനുണ്ടിരിക്കെ. നമ്മുടെ മനസ്സ് ഇത്രയും അസ്വസ്ഥമാകുന്നതെന്ന് വലിയ ഭയം അനുഭവപ്പെടുന്നുണ്ട്. പിതാശ്രീയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമേറുകയാണ്. അല്ലേ ഇളയമ്മ? ഈ സ്വയംവരം എത്രയും തിടുക്കപ്പെട്ട് നടത്തുന്നത് ഉചിതമായിരിക്കുമോ? അതെ, ഇത് തന്നെയായിരിക്കും നല്ല തീരുമാനം രൂപവതി. ഈ സ്വയംവരം നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും. നീ മനസ്സിലാക്കും പുത്രി. ഒന്നിനു പുറകെ ഒന്നായി ആപത്തുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാജ്യത്ത് നിന്നും വിവാഹം കഴിഞ്ഞ് നീ മറ്റൊരു രാജ്യത്തേക്ക് പോകും. ഇവിടെ നിന്നും വളരെ ദൂരത്തേക്ക്. അപ്പോൾ നീ സന്തോഷവതിയായിരിക്കും പുത്രി. അപ്പോൾ പിതാശ്രീ സന്തോഷവാനായിരിക്കോ? ഇളയമ്മേ, അവിടുന്ന് പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനാ പറയുന്നത്. എന്നാൽ ആ പ്രതിസന്ധികളിൽ പിതാശ്രീ ഉപേക്ഷിക്കേണ്ടി വരുമോ? നീ സുരക്ഷിതയാണെങ്കിൽ മഹാരാജനും സന്തോഷമായിരിക്കും. അത് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ ഇപ്പോൾ ഇതെല്ലാം മറന്നേക്കൂ. എന്നിട്ട് നിന്റെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തൂ. നമുക്കിത് മനസ്സിലാകുന്നില്ല. നീ നമ്മേക്കാൾ വളർന്നു കഴിഞ്ഞോ? നമ്മുടെ അസാന്നിധ്യത്തിൽ രാജ്യത്തിൽ ഇത്രയും വലിയൊരു പ്രഖ്യാപനം നീ നടത്തിയിരിക്കുന്നു. നാം അങ്ങയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മഹാരാജൻ. ഒരേ ഒരു മാർഗം ഇതാണ്. ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ നീ ആരാണ്? അങ്ങനെയോ? അപ്പോ എല്ലാ കാര്യങ്ങളും അങ്ങ് സ്വയം തീരുമാനിക്കുമോ? അതെ, നിശ്ചയമായും. സ്വയംവരവും രാജാഭിഷേകവും എല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്നതാണ്. എന്താ അതിന് കാരണമെന്ന് അങ്ങക്ക് നമ്മോട് പറയാൻ സാധിക്കുമോ? അതായത് പ്രജകൾ, നമ്മുടെ കാര്യനിർവഹർ എല്ലാവരും അതറിയാൻ ആഗ്രഹിക്കുന്നു. എന്തുത്തരമാണ് നൽകേണ്ടത്? നാം അവർക്ക് ഉത്തരം നൽകുന്നതാണ്. ഇക്കാര്യത്തിൽ ഭഗവാൻ ആദിദേവന്റെ നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നതുവരേക്കും യാതൊരു തീരുമാനമെടുക്കാനും നാം തയ്യാറാകുന്നതല്ല. അതുപോലെ നിങ്ങൾ ആരും ഒരു തീരുമാനമെടുക്കാനും നാം അനുവദിക്കില്ല.